ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നാലാമത്തെ ക്ലാസ് ആണ്. ഫ്രീ ക്ലാസ്സിലെ നാലാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തോടു കൂടി നമ്മളെ ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 സ്റ്റിച്ചാണ് പഠിക്കാൻ പോണത്. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് ഞാനിവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് നമ്മൾ ഒരു ഇതാക്കി തന്നെയാണ്, ഒരു ത്രെഡ് ഒരു 2 ലെയർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇതിലാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വെറുതെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. നമ്മൾ ഈ ഒരു വരച്ച വരയുടെ ഫസ്റ്റിൽ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കുത്തിയെടുത്തോടുത്തുനിന്ന് വീണ്ടും സൂചി കുത്തിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സൂചി കുത്തി പൊക്കിയെടുക്കുക. ഓക്കെ, ഈ പൊക്കി എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ പാടില്ല, അതുപോലെ ഇങ്ങനെയും ചുറ്റി കൊടുക്കാൻ പാടില്ല ചെരിഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ചുറ്റി കൊടുക്കുന്നത് നമ്മളെ ഈ ഒരു സൂചിയുടെ ഇപ്പുറത്തേക്കാണല്ലോ നമ്മൾ കുത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണല്ലോ കുത്തിയെടുത്തതിന്റെ നീഡിലിന്റെ ഈ ഒരു ഭാഗത്താണ് കുത്തിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ത്രെഡ് ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് സൂചിനെ ചുറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഈ ഒരു സൂചി ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കും. ഇതൊരു ചെയിൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്ത ചെയിൻ ഇതുപോലെ സൂചി കുത്തി പൊക്കി എടുക്കുക. ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിനിന് സൂചി കുത്തി പൊക്കി എടുക്കുക, ഈ ചെയിനിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഈ ഒരു ത്രെഡ് ഇതുപോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചുറ്റാൻ പാടില്ല. നമ്മൾ ത്രെഡ് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ഈ ഒരു കൈയിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ചുറ്റിയെടുക്കേണ്ടത്, ഈ ഒരു സൈഡിൽ കൂടെയാണ് ചുറ്റിയെടുക്കേണ്ടത്. ഓക്കെ, അത് ഈ ത്രെഡിന്റെ അടിയിലേക്കൊന്നും നീഡിലിന്റെ അടിയിലേക്കൊന്നും വരാൻ പാടില്ല. ഈ നീഡിലിന്റെ മുകളിൽ കൂടെ തന്നെ ഈ ഒരു നീഡിലിനെ ചുറ്റി കൊടുക്കുക. ഓക്കെ, ചുറ്റിയതിന് ശേഷം മെല്ലെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അടുത്തത് ചെയ്യാം. അടുത്തത് ചെയ്യുമ്പോഴും നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് സൂചി, ഒരേ വലുപ്പത്തിലായിരിക്കണം. നമ്മൾ ഇതിന്റെ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് സൂചിനെ കുത്തി പൊക്കി നിർത്തുക. അതിനുശേഷം ഈ ഒരു ത്രെഡ് കൊണ്ട് നമ്മൾ സൂചിനെ ചുറ്റി കൊടുക്കുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇതാണ് ചെയിൻ സ്റ്റിച്ച് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇത് വേറൊരു മെത്തേഡിൽ കൂടി ചെയ്യും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം. ഈ ത്രെഡ് വലുതാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതാണ് പെട്ടെന്ന് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ത്രെഡ് എപ്പോഴും ചെറുതാക്കി തന്നെ എടുക്കുക. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നീഡിൽ കുത്തി എടുത്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. അതായത് ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. ഓക്കെ, കുത്തി താഴ്ത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴ്ത്തിയിട്ട് ഫുള്ളായിട്ട് താഴ്ത്തരുത്. ഫുള്ളായിട്ട് താഴ്ത്താതെ നമ്മൾ ഈ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് എവിടെയാണോ നമ്മൾ ചെയിന് ഇതാക്കണത് ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് നിർത്തിയിട്ട്, ഇത്ര വലുപ്പത്തിലാണ് ചെയിൻ ചെയ്യണത്. ഇനി ഇതിനെക്കാട്ടി ചെറുതാണെങ്കിൽ അപ്പൊ ഒന്നും കൂടി ഊരിയിട്ട് അടുത്ത് കുത്തുക. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് സൂചി ഇറക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഇറക്കരുത്, ഇവിടെ കുറച്ച് നിർത്തുക. ഇങ്ങനെ ഒരു ഈ ഒരു വിരൽ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പിന്നെ അടിയിൽ നിന്ന് സൂചി കുത്തി എടുക്കുന്നത് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ ചെയിനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് സൂചി കുത്തിയെടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. 2 മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്ന്, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ഈ ഒരു സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ഇതാ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് സൂചി താഴ്ത്തി കൊടുക്കുന്നത്.
എന്നിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു സ്റ്റിച്ചും കൂടി പഠിക്കുന്നുണ്ട് പറഞ്ഞു. 2 സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചാണ് കടായി കമാൽ സ്റ്റിച്ച്. അതായത് എന്താണ്, കമാൽ കടായി എന്നും പറയും, കടായി കമാൽ എന്നും പറയും കേട്ടോ. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ആദ്യം ഈ ഒരു ഓരോ പോയിന്റിലും ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഓരോ ലൈന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു ലൈനിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സൂചി കുത്തി പൊക്കി എടുക്കുക. ഒരു സൈഡിൽ നിന്ന് കേട്ടോ. ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് കുത്തി എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് പിന്നെ അതിന്റെ അപ്പുറത്തേന്ന് നമ്മൾ അടിയിൽ കൂടെ എടുക്കണില്ല. മൂന്നാമത്തേന്റെ അടിയിൽ കൂടെ, നാലാമത്തേന്റെ അടിയിൽ കൂടെ എടുക്കണില്ല, അഞ്ചാമത്തേന്റെ അടിയിൽ കൂടെ. ഓക്കെ, ഇനി ഇവിടെ കുത്തി താഴ്ത്തണില്ല സൂചി. ഇവിടുന്ന് നമ്മൾ ഇപ്പൊ ഈ ഒരു അഞ്ചാമത്തേന്റെ അടിയിൽ കൂടെ അല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ നമ്മൾ അത് വിട്ടിട്ട് അടുത്തതിന്റെ നാലാമത്തേന്റെ അടിയിൽ കൂടി, രണ്ടാമത്തേന്റെ അടിയിൽ കൂടി. ഓക്കെ, തിരിച്ച് അങ്ങോട്ട് എടുത്തു. അതിനുശേഷം വീണ്ടും 1 2 ഇല്ല, 3 4 ഇല്ല, 5. ഓക്കെ, ഇനി ഇവിടുന്ന് 4 2, പിന്നെ ഇവിടുന്ന് 1 3 5. ഇതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ 4ഉം 2ഉം മാത്രം. 1 3 5. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കുന്നത്. ഇവിടുന്ന് 4ഉം 2ഉം മാത്രം. 1 3 5. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു മെടഞ്ഞ പോലെയാണ് ഈ ഒരു സ്റ്റിച്ച് വരിക. ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ഈ ഒരു സ്റ്റിച്ച് വരിക. ഇത് നമുക്ക് ഈ ഒരു എല്ലാ സ്റ്റിച്ചും ഒരൊറ്റ കോർണർക്കാക്കിയിട്ട്, അതായത് ഇങ്ങനെ പരന്നിട്ടല്ലാതെ എല്ലാതും ഒറ്റ ഒന്നിൽക്കാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ പിക്ചറിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പെയ്ഡ് ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ 60 സ്റ്റിച്ചോളം പെയ്ഡ് ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ 40 എംബ്രോയിഡറി സ്റ്റിച്ചും അതുപോലെ 10 മിറർ വർക്ക്, പിന്നെ 10 റിബൺ വർക്ക്, അങ്ങനെയാണ് നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 60 സ്റ്റിച്ചോളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്മളെ ഡിസംബറിലാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക കേട്ടോ.
അത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് കുത്തി താഴ്ത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കമാൽ കടായി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്ലവറൊക്കെ പോലെ ഇതുപോലെ ഫ്ലവറൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കെട്ടിടാൻ മാത്രം ഇല്ല, തുമ്പ് ചെറുതായ കാരണം നമ്മൾ ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് കെട്ടിട്ട് കൊടുത്താലും മതി. കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് കമാൽ കടായി സ്റ്റിച്ച് കേട്ടോ. ഇനി നമുക്ക് മോട്ടിഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ പിക്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കമാൽ കടായി സ്റ്റിച്ച് ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു പിക്ചറിൽ ആദ്യം ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന്, നമ്മൾ ആ ചെയ്തതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് വിടുക, തേർഡ് തിരിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് അതായത് നാലാമത്തതും രണ്ടാമത്തേൻ്റെ അടിയിൽ കൂടെ എടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 1 നിന്നും 3 നിന്നും കൊടുക്കുക. ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ 4 നിന്നും 2 നിന്നും, അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതിന് ഈ ഒരു സ്റ്റിച്ചാണ് കമാൽ കടായി സ്റ്റിച്ച് കേട്ടോ. നിങ്ങളെല്ലാവരും ഫ്രീ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ കണ്ടു പോകരുത്. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കി തരാം. പിന്നെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്മളെ ഡിസംബർ ബാച്ചിലാണ്, അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ബാച്ചിലാണ്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഒഴിവിനനുസരിച്ചിട്ട് കണ്ടിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലൈവ് വെക്കാതെ വീഡിയോ ക്ലാസ് ആയിട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ ടൈമിൽ നമുക്ക് ചിലപ്പോൾ വീഡിയോ ക്ലാസ്സിന് കയറാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ് ആക്കിയിട്ട് തന്നെ കൊടുക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ പലർക്കും നമുക്ക് പിന്നെ ഒരു ഡൗട്ടാണ് ഓൺലൈനായിട്ട് ഈ ഒരു വർക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ഓൺലൈനായിട്ട് നല്ല രീതിയിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സുമ്മ വർക്ക് ചെയ്യണത് പഠിക്കാം. നമുക്ക് സ്വന്തമായിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞിട്ടോ നമുക്ക് ഡ്രസ്സൊന്നും വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രസ്സും വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും ഞാൻ ഉണ്ടായിരിക്കട്ടെ. ഡ്രസ്സുമ്മ വർക്ക് ചെയ്യണ കാര്യങ്ങളാണെങ്കിലും ശരി, എന്തൊരു ഹെൽപ്പ് ആണെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ പെയ്ഡ് ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കമാൽ കടായി സ്റ്റിച്ച്. ഇനി നമ്മൾ ഈ ഒരു ഇതിൽ ഒരു ലീഫോ അല്ലെങ്കിൽ ഒരു തണ്ടിനൊക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അതും കൂടി കാണിക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ പിക്ചർ ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണം ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ വീഡിയോ നല്ലോണം ലെങ്ത് കൂടും. അപ്പം അതുകൊണ്ടാണ് ഓരോന്നും ചെയ്ത് കാണിക്കുന്നത്. ഇനി ലീഫ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ലീഫോ അല്ലെങ്കിൽ ഈ ഒരു തണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മളിവിടെ പിന്നെ ചെയിൻ സ്റ്റിച്ച് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ലീഫ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ലീഫിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അതുപോലെയാണ് പിക്ചറിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പിക്ചർ ഫുള്ളായിട്ട് ചെയ്തതിന്റെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് വെക്കാം കേട്ടോ. മറ്റേ ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്ന കാണിക്കുമ്പോൾ വീഡിയോ നല്ലോണം ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഈ ഒരു പിക്ചറിന്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് വെക്കാം. ഇന്നത്തോടു കൂടി നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പിന്നെ സ്റ്റിച്ചുകളും കാര്യങ്ങളൊക്കെ പഠിക്കണം, എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത് നമ്മളെ ഡ്രസ്സിൽ എങ്ങനെ ചെയ്യുക എന്താണെന്നൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പെയ്ഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവര്. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്നത്തോടു കൂടി നമ്മുടെ ഫ്രീ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഫ്രീ ക്ലാസ് എടുത്ത ഈ ഒരു 5 സ്റ്റിച്ചിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. ചോദിച്ചറിയാം, അത് ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.